ഇന്നൊരു ഷൂട്ടിംഗ് ഡേ ആണ്. അതിരാവിലെ തന്നെ പെരുമ്പാവൂരെത്തി. തലസ്ഥാന നഗരിയിലേക്കാണ് യാത്ര. ഞങ്ങളുടെ സ്വന്തം ക്യാമറാമാൻ അസിസ്റ്റന്റ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറ ആൻഡ് കോർഡിനേറ്റർ കം ഡയറക്ടർ, ഹായ് ഞങ്ങളുടെ ഓർഡർ കം ഓൾ ഇൻ ഓൾ ഹായ് പറയാൻ കൊണ്ട്. പെരുമ്പാവൂർ ടു തിരുവനന്തപുരം ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ടും എത്തിയപ്പോൾ താമസിച്ചു. ഏകദേശം 7 മണിയായി. ഇന്നത്തെ നമ്മുടെ അതിഥി ഏറെ പ്രിയപ്പെട്ട പുഷ്പവതി ചേച്ചിയാണ്. ഈ അടുത്ത് അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പ്രശസ്ത പിന്നണി ഗായികയാണ്. ചെമ്പാവ് പുന്നലിൻ ചോറോ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ ചേച്ചിയുടെ ആലാപന സൗകുമാര്യത്തിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. വളരെ മികച്ചൊരു ഗായിക, ആക്ടിവിസ്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഈ ഇന്റർവ്യൂവിൽ നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ചേച്ചിയുടെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു പണി, വലിയ പണി കിട്ടി. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. രാത്രി 12:30 മണിയായി നോടത്തോണം. പരിചിതമല്ലാത്ത പ്രദേശം. എന്താ പറയുക, എന്ത് ചെയ്യണമെന്നൊരു നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഞങ്ങൾക്ക് മുമ്പിലാണ് അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ടത്. തിരുവനന്തപുരത്തുകാരുടെ സ്നേഹം മനസ്സിലാക്കിയ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി, വർഷോപ്പാനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാക്കി. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇരട്ടി മതി. എന്താ പറയുക, ഇത്തരത്തിലുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമാണ്. അത് തന്നെ പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ കരുണയെല്ലാം കൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്തി.